ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 9. അപ്പോൾ ആദ്യം തന്നെ മഹേന്ദ്രയുടെ 2 ഇലക്ട്രിക് EV ലോഞ്ച് ചെയ്തു. കിഡിലൻ എന്നൊക്കെ പറഞ്ഞ അജാതി വണ്ടി. അതായത് മഹേന്ദ്രയുടെ BE6E അതുപോലെ തന്നെ XEV 9E വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 18.90 lakhs ആണ്. അതായത് 19 lakhs, ഇപ്പോൾ ഒരു 19 ലക്ഷം രൂപയുടെ വണ്ടി. പക്ഷെ അതിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞത് മറ്റേ ടെസ്ലയുടെ സൈബർ ട്രക്കില്ലേ, അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്ത ബാറ്ററി എന്ന് പറഞ്ഞാൽ BYD കാർസിലൊക്കെ യൂസ് ചെയ്ത അതേ സെയിം ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം വാറണ്ടി മഹേന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 500 കിലോമീറ്റേഴ്സോളം റേഞ്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20% to 80% ആകാൻ ആകെ വരുന്നത് 20 minutes മാത്രമേ വരുന്നുള്ളൂ. സോ അത്രക്കൊരു കിഡിലനായിട്ടുള്ള വണ്ടി. സ്പീഡാണെങ്കിൽ 0 to 100 കിലോമീറ്റർ എത്താൻ വേണ്ടി ആകപ്പാടെ എടുക്കുന്ന ടൈം 6.7 seconds മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ, ഇൻറ്റീരിയർ ആണെങ്കിൽ, ഓവറോൾ എല്ലാം ഒരു കിഡിലൻ സാധനമാണ്. ഒരു ഇന്ത്യൻ ഒരു സൈബർ ട്രക്കാണ് ഈ പറയുന്ന മഹേന്ദ്രയുടെ 2 EV പറഞ്ഞത്. 2 EVയുടെ ഓൾമോസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ചെറിയ പ്രൈസ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ കിഡിലൻ വണ്ടിയാണ്. അപ്പം ടാറ്റക്കെല്ലാം ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ടാറ്റയാണ് ഇത്ര നാളും EVയിലൊരു മെയിൻ സംഭവം ഉണ്ട്. അപ്പം ഇപ്പം മഹേന്ദ്ര ഇനി ബാക്കിയുള്ള ബ്രാൻഡൊക്കെ വരുന്ന സമയത്ത് ടാറ്റ പതിയെ ഇനിയിപ്പോൾ താഴേക്ക് പോകാനുള്ള. അപ്പോൾ അതേപോലെ തന്നെ ഇതേ ഡിസൈനിൽ വരുന്ന മറ്റേ വണ്ടിയാണ് ടാറ്റയുടെ കേവ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ടാറ്റ കേവ് എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഐക്യൂടെ നിയോ 10ഉം 10 Proയും ചൈനയിൽ ലോഞ്ച് ചെയ്തു. അടുത്ത് തന്നെ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിലാണെങ്കിൽ 10ലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. 10 Proയിലാണെങ്കിൽ Dimensity 9400 വരുന്നുണ്ട്. ആ ഒരു മെയിൻ ഡിഫറൻസ് ആണ് രണ്ട് തമ്മിലുള്ളത്. അതുപോലെ തന്നെ പ്രൈസിങ് ആണെങ്കിൽ തന്നെ 10 Proയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 37 ആ റേഞ്ച് ഇന്ത്യൻ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പം 40,000 രൂപ റേഞ്ച് ഫോണാണെന്ന് ഓൾറെഡി നമുക്കറിയാം. സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ തന്നെ ഇതിലാണെങ്കിൽ 15 MB ക്യാമറ, 6100 mAh ബാറ്ററി, 120 watt ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് ഈ പറയുന്ന iQOO Neo 10 Pro എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ iQOO ഇപ്പോൾ ഓൺലൈനിലാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓഫ്ലൈനിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ വിവോയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂംസിലൊക്കെ തന്നെ ഇനി iQOO ഫോൺസും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പം മെയിൻ ഇത്ര നാൾ ഓൺലൈനിലാണ് കളിച്ചത്. പക്ഷേ iQOOയുടെ ഫോൺസ് നിങ്ങൾ നോക്കിയാൽ മതി, ഒട്ടുമിക്ക എല്ലാ പ്രൈസ് റേഞ്ചിലും വൺ ഓഫ് ദി ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ്ലൈനിൽ വന്നാലും സാധനം കിട്ടലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ തന്നെ ഈ വരുന്ന December 3, അതായത് iQOO 30യുടെ ലോഞ്ച് ഇവൻറ്റിലൊക്കെ പറയുന്നതായിരിക്കും. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും. എന്തായാലും ഓഫ്ലൈനിലും കൂടി iQOO വരുന്നുണ്ട്. പിന്നെ സ്പോട്ടിഫൈ ക്രാക്ക്ഡ് വേർഷനൊക്കെ യൂസ് ചെയ്തിട്ട് അർത്ഥമുണ്ടാവും. അതായത് ഇനി തൊട്ട് ക്രാക്ക് വേർഷൻ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മോഡ് ആപ്ലിക്കേഷനൊക്കെ തന്നെ സ്പോട്ടിഫൈ ഇൻ്റർനെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ആരും ഓസിക്കൊന്നും ഇങ്ങനത്തെ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് മെയിൻലി വലിയ ലോസ് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ യൂസ് ചെയ്തവർ ഇനി ആരും അത് പെയ്ഡായിട്ട് വാങ്ങാനൊന്നും പോകുന്നില്ല. കാരണം ഇത്ര നാളെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അവർ പെയ്ഡ് നോക്കൂല, ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നോക്കുന്നല്ലാതെ അതിൻ്റെ പെയ്ഡ് വേർഷൻ ഒന്നും ആരും കയറ്റാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം എല്ലാം ഫ്രീ ആയി കൊടുക്കും. പിന്നെ ഓരോന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങും. ഓരോ ഫീച്ചേഴ്സും നമുക്കിപ്പം നെക്സ്റ്റ് വീഡിയോ ഒരു പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ അത് വരെ പറ്റില്ല, അതിൻ്റെ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് ആദ്യം നമുക്ക് എല്ലാം ഫ്രീ കൊടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ബോർ. ഇതുപോലെ ക്രാക്ക് ഒഴിവാക്കുന്ന നല്ല കാര്യം തന്നെയാണ്. ബട്ട് എന്നാലും ഇനിയും ക്രാക്കൊക്കെ വരും. ഇപ്പം ഇതൊക്കെ ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് ഇനി നിർത്താനൊന്നും പോകുന്നില്ല. ബാക്കിയുള്ളവർ ഇനി അവർ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ക്രാക്കായിട്ടുള്ള മോഡ് ആപ്സ് ഇനിയും വരുന്നതായിരിക്കും. കുറച്ച് കഴിയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്തോ. അതുപോലെ തന്നെ റിയൽമിയുടെ Neo 7 ഈ വരുന്ന December 11 ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിലാണെങ്കിൽ 6500 mAh ബാറ്ററി, IP68 റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യൻ പ്രൈസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30K ആ റേഞ്ചിലുള്ള ഫോണാണ്. ഇന്ത്യയിലേക്ക് വരുമോ എന്നറിയില്ല, എന്നാലും ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് 11-ാം തീയതി. അതിനുശേഷം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം അതിനെക്കുറിച്ച് ഇത്ര കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. അധികം ലീക്കും റൂമേഴ്സൊന്നും അങ്ങനെ വരുന്നില്ല. കിട്ടുന്ന ഫോണായിരിക്കും.
ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ X200 സീരീസ് ആണ്. നെക്സ്റ്റ് മന്ത് IQ30 കഴിഞ്ഞ. അപ്പം അതിൻ്റെ ഒരു ഒഫീഷ്യൽ പേജ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഡേറ്റ് എന്തായാലും അടുത്ത മാസം ഈ അടുത്ത് തന്നെ എന്തായാലും ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് 200 MB ടെലിഫോട്ടോ ലെൻസ് അതിൽ വരുന്നുണ്ട്, 200 MB. അതുപോലെ തന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 ചിപ്സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു കോഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ഒരു ഉഗ്ര ഫോൺ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഈ അടുത്ത മാസം വെയിറ്റ് ചെയ്യുക ഒരു കിഡിലൻ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണിന് വേണ്ടി. അടുത്ത മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സാംസങ്ങിൻ്റെ S സീരീസ് ഫോൺസ് ആണ്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം വിവോയുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ ദി ബെസ്റ്റ് ഫോട്ടോസ് വിവോ ഫോൺസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ X100 കിട്ടുന്നുണ്ട്. അപ്പം X200 മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. സോ വെയിറ്റ് ചെയ്യാൻ കിടലായിട്ടുള്ള ഫോൺസ് ആണ്. അപ്പം ഇന്ന് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ടെക് അപ്ഡേറ്റ്സ് ഇന്നില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെയിനായിട്ട് ചില വീഡിയോസൊക്കെ അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്, ടെക് അപ്ഡേറ്റിലാണെങ്കിലും ഒട്ടുമിക്ക വീഡിയോസിലും വരുന്നുണ്ട്. ബട്ട് ആരും അങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോ പറ്റി കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല, എന്താണ് പരിപാടി, അല്ലെങ്കിൽ അങ്ങനെയല്ല പരിപാടിയല്ല, വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻസ് ആരും പറയുന്നില്ല. അതായത് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടതെന്നൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഭയങ്കര അധികം കുറവാണ്, കയറുന്നതും കുറവാണ്. അപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.